ഈ വീട് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇത് സ്വന്തമാക്കാമെന്ന് ആരും കരുതണ്ട. ഈ കാര്യം പറഞ്ഞുകൊണ്ട് നരേന്ദ്രൻ ഇങ്ങോട്ട് വരികയും വേണ്ട. ബഹുമാനമില്ല. ഇനി ക്ലോസ് എടുക്കാം. സാറേ ഇനി 3 ഷോട്ടേ. പുഷ്പരാജേ അണ്ണാ നിന്റെ മാഡം വന്ന് മിനിങ്ങിട്ടുണ്ടല്ലോടെ. കണ്ണു വെക്കല്ലേ അണ്ണാ. എങ്ങനെ കണ്ണു വയ്ക്കായിരിക്കും പുഷ്പ? പുഷ്പരാജ് നമ്മുടെ കാര്യം എന്തായി? എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വരുന്ന 18-ാം തീയതി മോർണിംഗ് ഫ്ലൈറ്റിന് ഞങ്ങളിങ്ങ് എത്തും. പിന്നെ വൈകിട്ട് 7:30 ചെന്നൈക്കുള്ള ഫ്ലൈറ്റ്. പിന്നൊരു കാര്യം, മാഡം ഫ്ലൈറ്റ് കയറണമെങ്കിലേ അക്കൗണ്ടിൽ കാശ് വീഴണം. കാശൊക്കെ കറക്റ്റായിട്ട് വീഴൂടെ, നീ കിടന്ന് വരവാതെ. 18 4 ദിവസമൊക്കെ എങ്ങനെ തള്ളിക്കൂടെ പുഷ്പ? ഓ മാഡം വിളിക്കുന്നു, ഞാൻ കൂടെ പോട്ടെ. നിന്റെ സമയം തന്നെ ഒന്ന് പോവണ്ട. എൻ്റെ അച്ചു, ഇതിലെന്താ ഇത്ര പ്രശ്നം? എൻ്റെ പെങ്കൊച്ചിൻ്റെ ഒരാളെ ഇഷ്ടമാണ്. ഞാൻ ആ കല്യാണം നടത്താൻ പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. നിനക്കത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. ഞങ്ങൾക്ക് കുടുംബക്കാരെ നോക്കണം, പള്ളിക്കാരെ നോക്കണം. അതെങ്ങനാ? തള്ളെ കണ്ടല്ലേ പിള്ളേർ പഠിക്കുന്നത്. അച്ചായോ, അവൾ ജീവിച്ചിരുന്നപ്പോഴേ നിങ്ങൾ അവൾക്ക് സമാധാനം കൊടുത്തിട്ടില്ല. ഇനിയുള്ള പ്രാകരുത്. തോമാച്ച, നിങ്ങളുടെ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നം മാത്രമല്ലല്ലോ, സഭയുടെയും കൂടെ പ്രശ്നമല്ലേ? നീയും വായിച്ചതല്ലേ തിരുമേനി കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിൽ കുറിച്ചത്, ലവ് ജിഹാദിനെ കുറിച്ച്. അതുകൊണ്ട് ആനിയോട് പറഞ്ഞ് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുക. സഭയ്ക്കും കുടുംബത്തിനും അതാണ് നല്ലത്. അച്ചോ, പിന്നെ ഇലക്ഷന് പള്ളിയിൽ നിന്ന് കുത്താൻ പറയും പോലെ കുടുംബകാര്യങ്ങൾ ഇടപെട്ടാലേ അതനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം അച്ചോ, അവൻ സമ്മതിക്കുകയല്ല. തോമസേ, നീ സൂക്ഷിച്ചോ. നമ്മുടെ കുടുംബത്തിൽ നിന്നോ നമ്മുടെ ഇടവകയെന്നോ ഒരു കുഞ്ഞു പോലും നിന്റെ മോടെ കല്യാണത്തിന് സഹകരിക്കുകയില്ല. ഇത് പീറ്ററാ പറയുന്നത്. മക്കളെ സ്നേഹിച്ചോ, അമിതമാകരുത്. പ്രത്യേകിച്ച് പെൺപിള്ളാരെ. കരയേണ്ടി വരും, അതാണ് ചരിത്രം. അമിതമായിട്ട് സ്നേഹിച്ച എന്നാ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. എനിക്കൊരു വിശ്വാസവുമാണ്. ആരൊക്കെ എതിർത്താലും ഞാൻ ആ കല്യാണം നടത്തുക തന്നെ ചെയ്യും. വാച്ചോ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വാ, വെറുതെ നമ്മുടെ സമയം കളഞ്ഞത് വെച്ചു. എന്താടാ മോള് ധൈര്യമായിട്ടിരിക്കുക. അഭിമാനത്തോടെ അച്ഛൻ ഈ കല്യാണം നടത്തുന്നത്. ആ അപർണ, പറയടി. നീ കരയാണ്ട് കാര്യം പറ. ആ ഞാൻ ദാ വരുന്നു. ദേ, രണ്ടിനോട് ഞാൻ 100 തവണ പറഞ്ഞതാ, സീരിയസ് ആണെങ്കിൽ സിനിമയ്ക്കോ ബീച്ചിലോ പോരുത്, ആരെങ്കിലും കാണൂന്ന്. തന്തപ്പടി കയ്യോടെ പിടിച്ചപ്പോ മതിയായല്ലോ. ശവത്തെ കുത്താതടി. ബ്രോ, എന്തേലും ഒരു ഐഡിയ പറ. ലിറ്ററലി ഇവളിപ്പോ വീട് തടങ്ങല്ല, ഇവളെ പിടിച്ച് കെട്ടിക്കാൻ ഇവളുടെ അപ്പന് പ്ലാൻ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. ഏയ്, സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് ഇവളെ പിടിച്ച് കെട്ടിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അത് വിട്. അപർണ, നിന്റെ റിലേറ്റീവ്സ് US-ലാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് നിന്നെ അങ്ങോട്ടേക്ക് പയക്കാൻ പ്ലാൻ ഉണ്ടായിരിക്കും. അവിടെ വല്ല മുറച്ചക്കന്മാരും ഉണ്ടോ? ഉണ്ടോന്നോ? 2 തെണ്ടികൾ. ആ, എന്നാ സൂക്ഷിക്കണം. എന്തേലും ഒരു വഴി പറയടോ. രജിസ്റ്റർ മാരേജ് ഇവിടെ ചെയ്യരുത്. ഏതെങ്കിലും ദൂരെ ആരും ശ്രദ്ധിക്കാത്ത ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി നടത്തണം. അതാവുമ്പോ നോട്ടീസ് ബോർഡിലിട്ടാലും ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ നിങ്ങളുടെ പരിധിയിലെ രജിസ്റ്റർ ഓഫീസ് നോട്ടീസ് ബോർഡിൽ നിന്ന് കീറിക്കളയാൻ നമുക്ക് ആളെ ഏർപ്പാടാക്കാം. ആ, അത് നല്ല ഐഡിയ. ഇവളെ പുറത്തിറക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ, എന്നാ ബാക്കി കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ എന്തോരം ഒരു സ്കൂൾ മാഷിനെ പോലെ ഒരു കണ്ണാടിനെ കൂടി കുറവുണ്ട്. എനിക്കറിയാം. എങ്ങനെയുണ്ട്? കറക്റ്റായി. ഇവരിത് എവിടെ പോയി കിടക്കോ? താൻ അവരെ ഒന്ന് വിളിച്ചു നോക്കി. ഫോൺ കട്ട് ചെയ്യും. മച്ചാനെ, ഇവക്ക് ഒരേ നിർബന്ധം, അമ്പലത്തിൽ പോയിട്ട് വരാൻ പറ്റത്തുള്ളൂ.
അതാ ലേറ്റ് ആയ. എല്ലാം ഓക്കെ അല്ലേ? താങ്ക് യു. താങ്ക് യു ചേട്ടാ. ഓക്കെ ബൈ. അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. അതല്ല, എന്നെ രാജീവ് ഡ്രോപ്പ് ചെയ്യാന്നാ പറയണേ. ഓ കെട്ടിയോൺ റെസ്പോൺസിബിലിറ്റി. ഏയ് അല്ലടോ, ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് ഇവിടെ വീട്ടിലേക്ക്. അതുവരെ സംസാരിച്ചു പോവാലോ. വേറൊന്നും വിചാരിക്കല്ലേ. കാണാം, പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. എന്നാ പിന്നെ നമുക്ക് പോയാലോ? അല്ല, നമ്മൾ ചീരമല വരെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഇവിടെ കുറെ കാണാനുണ്ടെന്നേ. ശരി. ഓക്കെ, വാ പോ. അല്ലടേ ചുമ്മാ ഇരിക്കണ്ട. എന്താണ്? അതെ, എങ്ങനെയാ നമ്മളെ പരിപാടി? രോഹിണി ഇന്റർനാഷണലിൽ ഞാൻ റൂം ഇട്ടിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ നമ്മൾ ഐറ്റത്തിനെ പോയിക്കൊണ്ട് നേരെ ഹോട്ടലിൽ പോകും. പിന്നെ കമലു, ഹോട്ടലിൽ വേറെ വിഷയമൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ കസ്റ്റഡിയിലുള്ള ഹോട്ടലല്ലേ. പിന്നെ വേറൊരു കേസ്, 7:30 മണിക്കാണ് അവർക്ക് ചെന്നൈക്ക് ഫ്ലൈറ്റ്. നമുക്കൊരു 5:30 മണിക്ക് സാധനത്തിനെ പാക്ക് ചെയ്ത് വിടണം. എന്ന് വെച്ചാൽ ഇപ്പൊ 12 മണി. നാളെ കുറച്ച് ഹോട്ടലിൽ എത്തുമ്പോഴത്തേക്ക് 1 മണി. അപ്പൊ ഒരു 4 മണിക്കൂർ. 4 പേർ കൂടെ 4 മണിക്കൂർ. ഒരാൾക്ക് 1 മണിക്കൂർ. സമയം കുറഞ്ഞു പോയില്ലേ? ഈ 1 മണിക്കൂറായെന്ന് എങ്ങനെ അറിയും? അല്ല, കറക്റ്റ് സമയത്ത് അടുത്താക്ക് കയറാൻ പറ്റുമോ? എന്റെ പൊന്നെണ്ണ, സമയം നോക്കി അളക്കേറ്റത് സിനിമ ഷോയെ. എല്ലാവരും അവിടെ കുളമാക്കി കൈ തരുവോടെ? ഇല്ല, വണ്ടി വന്നു. ഹലോ, ജ്യോതിഷരത്നം ചേന്നമംഗലം ഹരികുമാർ. ഞാനായിരുന്നു വിളിച്ചത്. മാറിയിട്ടേ, മാറി ഇങ്ങോട്ട് മാറി. വരൂ, ഇവിടെ ഇരുന്നോളൂ. താങ്ക് യു. കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പൊ ഒന്നും വേണ്ട. വേണ്ട. പരിചയപ്പെടുത്ത്. ഇത് മനോഹരാണ്, വക്കീലാണ്. ഈ അണ്ണൻ എന്നെല്ലാം റെസ്പെക്ട് കൊണ്ട് വിളിക്കുന്നതാണ്. ഞങ്ങള് സെയിം ഏജാ. ഓക്കെ. ഇതെന്റെ ഭാര്യ സുചിത്ര. ഹായ്. ഹായ്. ഇതെന്റെ മോള് കീർത്തി. ഹായ് മോളെ. ഹായ്. ഇതെന്റെ വൈഫ് ഭാര്യ പ്രിയങ്ക. പ്രിയങ്ക ഇരിക്കെ. ഇരി. ഹായ്. ഇത് അരവിന്ദൻ, എഡിറ്ററാണ്. ഓ ഹായ്. ചീഫാണ്. അതെയോ? സാധാരണ ഇങ്ങനെ ഇറങ്ങാൻ പറ്റാത്തതാണ്. ഇവരൊക്കെ നിർബന്ധിച്ചപ്പോ ഇങ്ങ് പോന്നു. ഞാനില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല. രേവതി. രേവതിയാണല്ലേ? അല്ല, എന്റെ പേര് ദീപ്തി എന്നാ. കുളവാക്കി. പേരല്ല ഞാൻ ചോദിച്ചത്, നാളാ ഉദ്ദേശിച്ചത്. വീട്ടിലാരെങ്കിലും രേവതി? വീട്ടിൽ ആലോചിച്ചോക്ക്, ഉണ്ടാവും. ഇല്ലല്ലോ. എന്നാലും എന്റെ മരിച്ചുപോയൊരു മുത്തശ്ശി രേവതിയായിരുന്നു. അത് പറ. അതാ അതാ. പിന്നെ ദീപ്തി റെസ്റ്റ് എടുക്കട്ടെ. അതെ അതെ അതെ. അതാണ് ശരി. കിഴങ്ങ ചോദ്യം